നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ജാഗ്രത. കുത്തക മുതലാളിത്ത മാധ്യമങ്ങൾക്ക് കുടപിടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ജനജാഗ്രതാ യാത്ര ഈ മാസം 26-ന് ആലപ്പുഴയിൽ. തൊഴിൽ ഉഴപ്പല്ലേ സർക്കാരെ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പുളുങ്ങുന്ന് പഞ്ചായത്ത് പടിക്കൽ സത്യാഗ്രഹത്തിൽ. നദീ സംയോജനം കുട്ടനാടിനെ ഇല്ലാതാക്കുമെന്ന് പ്രൊഫസർ മാമൻ ജോർജ്. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നയിക്കുന്ന ജനജാഗ്രതാ യാത്രയ്ക്ക് മുന്നോടിയായി ജില്ലാതല ജാഥകൾ സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലാതല ജാഥ COA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുധിൻ പാമ്പാല ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച രാവിലെ മാന്നാറിൽ നിന്നാണ് ആലപ്പുഴ ജില്ലാതല ജാഥ ആരംഭിക്കുന്നത്. തുടർന്ന് മാന്നാർ, ചാരുമൂട്, കായംകുളം, ഹരിപ്പാട് വഴി എടത്തുവായിൽ എത്തിച്ചേരുന്ന ജാഥയ്ക്ക് മങ്കൊമ്പ് തെക്കേക്കരയിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. KSEBയുടെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക, അനധികൃത കുത്തക കമ്പനികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് COA സമര രംഗത്തിറങ്ങുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എടത്തുവായിൽ എത്തിച്ചേരുന്ന ജാഥയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് OA ആന്റണി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് V ജോൺസൺ, സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരും ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ എത്തിച്ചേരും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ പുളിങ്കുന്ന് പഞ്ചായത്ത് പടിക്കൽ പഞ്ചദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നു. മാർച്ച് 23 മുതൽ 27 വരെയാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുക, നെൽകൃഷി, കാർഷിക വൃത്തികൾ, മൃഗപരിപാലനം, പാരമ്പര്യ വ്യവസായങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. CK ബോധാനന്ദൻ, തോമസ് പൈലി, AG ഷാജി, NP വിൻസെന്റ് എന്നിവർ വിവിധ ദിവസങ്ങളിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. കൂടാതെ വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായ്മ ചെയ്യാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നത്. 200 ദിവസം തൊഴിൽ ലഭിക്കുകയും തൊഴിൽ സമയം കുറയ്ക്കുകയും വേണമെന്ന് 7ാം വാർഡ് മേട്രൺ സുജ ഷാജി അഭിപ്രായപ്പെട്ടു. ഞങ്ങളെല്ലാം കൂലിപ്പണിക്കാരാ. തൊഴിലുറപ്പിന് കിട്ടുന്ന തന്നെ ഒരു വർഷത്തിൽ 100 പണി തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 50 പണി പോലും കിട്ടുന്നില്ല. അതുപോലെ ഈ തൊഴിലുറപ്പ് സ്ഥലത്ത് വെച്ച് എന്തെല്ലാം ഞങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. ഒരു ആനുകൂല്യങ്ങൾ എന്നാ അവർക്ക് കൊടുക്കാം എന്നും പറഞ്ഞാണ് ഇതേവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ആനുകൂല്യം. പിന്നെ അതുപോലെ തന്നെ സമയമാറ്റം, ഞങ്ങൾ കമ്പനികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. ഒരു സമയമാറ്റവും പിന്നെ 9 തൊട്ടൊരു 4 മണി വരെ ആക്കി തന്ന വലിയ ഉപകാരമായിരുന്നു. സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പം അമ്മമാര് വീട്ടിലില്ലെങ്കിലോ ആ കുട്ടികളുടെ സ്ഥിതി എന്താകും? ഞങ്ങൾക്ക് ഈ കിട്ടുന്ന തുച്ഛമായ 212 രൂപ, 500 രൂപ, ഒരു 500 രൂപ വെച്ച് ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഫെസ്റ്റിവൽ അലവൻസായി 1000 രൂപ അനുവദിക്കുകയും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുകയും വേണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വികാസത്തിന്റെ അടിസ്ഥാന കാരണം കേരളത്തിന്റെ വിശിഷ്യ കുട്ടനാടിന്റെ ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകതകളാണെന്ന് പ്രൊഫസർ മാമൻ ജോർജ്. ആചാര്യ അയ്യൻകാളിക്കും ശ്രീനാരായണ ഗുരുവിനും നവോത്ഥാന ഇടപെടലുകൾ നടത്താൻ സാധിച്ചത് ഇവർ ഇടത്തരം കുടുംബങ്ങളിൽ ജനിച്ചതിനാൽ കൂടിയാണ്. കൃഷിഭൂമിയിൽ നിന്നും ജീവിക്കുന്നതിനാവശ്യമായ സാഹചര്യം ഉണ്ടായിരുന്ന വിഭാഗമാണ് കേരളത്തിലെ മധ്യവർഗമായി മാറിയത്. ഇവരാണ് കൊളോണിയൽ വിദ്യാഭ്യാസം സ്വീകരിച്ച് ലോകം മുഴുവൻ വ്യാപരിച്ചത്. ഇതിന് അടിസ്ഥാന കാരണമാകുന്നത് കുട്ടനാട് പോലെയുള്ള ഭൂപ്രകൃതിയും അവിടെ നിന്ന് ആർജിക്കുന്ന ജീവനവുമാണ്. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ ലിങ്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള പരിസ്ഥിതി ഐക്യവേദി സംഘടിപ്പിച്ച ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരേന്ത്യയിൽ പോയാൽ ഇപ്പൊ അവിടുത്തെ സാധാരണ ഒരു കുടുംബത്തിന് 80 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ധനികരൊന്നുമല്ല. കാരണം 80 ഏക്കറിൽ അവർക്ക് വിളയിക്കാൻ അതിനുള്ള മാൻ പവർ ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പോലും വിളയിക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ വളരെ കുറഞ്ഞ ഏക്കറുകൾ ഉപയോഗിക്കാൻ സാധനങ്ങൾ അത്രയും നെറ്റ് പ്രോഡക്ട്സ് ആയിരിക്കത്തില്ല. അപ്പൊ ഇതാണ് കേരളത്തിന്റെ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന് ഒരു മിഡിൽ ക്ലാസ് രൂപം വരാനുള്ള ഒറിജിനൽ കാരണം, എക്കോളജിക്കൽ കാരണം അതാണ്.
സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കേരളവും ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ കേരളത്തിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം, കേരളത്തിൻ്റെ ഈ സോഫിസ്റ്റിക്കേഷൻ ഭാഗം വിട്ടാൽ പോലും കേരളത്തിനൊരു മധ്യവർഗ അവസ്ഥയാണ്. ഈ മധ്യവർഗ അവസ്ഥ കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മൂലം ഉണ്ടായ സാമൂഹ്യ നവീകരണങ്ങൾ, ഫ്യൂഡൽ വിരുദ്ധ നവീകരണങ്ങൾ ഒക്കെ അതിൻ്റെ ഒരു കാരണമാണെങ്കിൽ പോലും ഒറിജിനൽ കാരണം ഈ എക്കോളജിക്കൽ സിസ്റ്റം തന്നെ. കാരണം നമുക്ക് ചെറിയൊരു ഇടത്തിൽ നിന്ന് നമുക്ക് ഒരിടത്തരം രീതിയിൽ ജീവിക്കാനുള്ള വസ്തുതകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മധ്യവർഗ അവസ്ഥ അതിൽ നിന്നുള്ള കാർഷികമല്ലെങ്കിൽ പോലും ഒറിജിനൽ കാരണം കാർഷികമാണ്. കേരളത്തിലെ മിഡിൽ ക്ലാസ് ഉണ്ടാകാൻ കാരണം. നെടുമുടി ആറ്റുവാത്തല ഗവൺമെന്റ് LP സ്കൂളിലാണ് പരിപാടി നടന്നത്. PT ജോസഫ് തായങ്കരി അധ്യക്ഷനായി. ഡോക്ടർ ജോൺ മത്തായി മുഖ്യ പ്രഭാഷണം നടത്തി. കാവാലം ലേഖ, T മനു എന്നിവർ സംസാരിച്ചു. KG മോഹനൻപിള്ള, PM പൂവ്, സുകുമാരൻ, പ്രൊഫസർ ഓമനക്കുട്ടൻ, പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, AB ഉണ്ണി, സുമേഷ് ബാബു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മാറ്റങ്ങളുടെ ശംഖുലി മുഴക്കി വീണ്ടും SNDP ശാഖായോഗം പുളുങ്കുന്ന് കണ്ണാടി ശ്രീ ശിവേശ്വര ഗുരുദേവ സുബ്രഹ്മണ്യ ക്ഷേത്രം. ചരിത്രത്തിൽ ആദ്യമായി ഗുരുദേവ ക്ഷേത്രത്തിൽ പൊങ്കാലയും സപ്താഹവും നടത്തി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഈ ക്ഷേത്രം. മീനം രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് അഭീഷ്ട സിദ്ധിക്കായുള്ള പൊങ്കാല ഇടൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഗുരുദേവ ക്ഷേത്രങ്ങളിൽ എങ്ങും തന്നെ പൊങ്കാല മഹോത്സവം നടത്തിയിട്ടില്ല. ഭക്തർ അവർക്കിഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തട്ടെ, അതിൽ വരേണ്യവർഗത്തിന് എന്ത് കാര്യം എന്ന് ചോദിച്ച ശിവപ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ ആശയം ഉൾക്കൊണ്ടാണ് പൊങ്കാല സംഘടിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി സപ്താഹത്തിന് തുടക്കം കുറിച്ചതും കണ്ണാടി SNDP ക്ഷേത്രത്തിലാണെന്ന് പ്രസിഡന്റ് MR സജീവ് പറഞ്ഞു. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഗുരുദേവ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്ന വഴിപാട് നടത്തപ്പെടുന്നത്. ഈ ക്ഷേത്രത്തില് ഗുരുദേവനും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ദേവിമാർക്കാണ് പൊങ്കാല ഇടാറുള്ളത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹം അതാണ് ഇന്നിവിടെ സബലീകരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഗുരുദേവൻ അനാചാരങ്ങൾക്കെതിരായി, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ഒരു കാലത്ത് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലാതിരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രപൂജ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അനുവദിക്കപ്പെടണമെന്നുള്ള നിലയിൽ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഇതിന് മാറ്റമുണ്ടാക്കിയ ആളാണ് ഗുരുദേവൻ. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച കലം കരിക്കൽ വഴിപാടിന് ക്ഷേത്രം ശാന്തി അഭിലാഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിച്ച് ഗുരു സായുജ്യം നേടിയെത്തിയത്. ആലപ്പുഴ ബീച്ചിലെ 5 ഏക്കർ വരുന്ന കടലോരം ശില്പവിരുന്നിന് വേദിയാകുമ്പോൾ കൊച്ചി ബിനാലയെ വെല്ലുന്ന കലാവിരുദിനാവും ആലപ്പുഴ സാക്ഷ്യം വഹിക്കുകയെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ശില്പ പ്രദർശനത്തിന്റെ ലോഗോ പ്രകാശനം വിൻസെന്റ് കൊല്ലേരിക്ക് നൽകി KC വേണുഗോപാൽ MP നിർവഹിച്ചു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നു വരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്.
സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ഈ മാസം 25-ന് രാവിലെ 10-ന് നടക്കുന്ന ഉപരോധ സമരം KSTA സംസ്ഥാന ട്രഷറർ AP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. പുളുകുന്ന് ആശുപത്രി പാലം അധികൃതരുടെ അനാസ്ഥ നിമിത്തം ഗതാഗത കുരുക്കിൽ അമരുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഈ പാലത്തിൽ കൂടി കടന്നുപോകുന്നത്. ആശുപത്രി പാലത്തിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ ട്രാഫിക് വാർഡന്മാർ ഇല്ലാത്തതാണ് രോഗികൾക്ക് പോലും വിനയാകുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ രോഗിയുമായി പോകുന്ന വാഹനം പോലും പലപ്പോഴും റിവേഴ്സ് പോകേണ്ട ഗതികേടിലാണ്. കിഴക്കേക്കരയിൽ നിന്നും നോക്കിയാൽ പടിഞ്ഞാറും തിരിച്ചും കാണാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാരണം. ഞായറാഴ്ചയും മറ്റ് ആഘോഷ ദിവസങ്ങളിലും ട്രാഫിക് വാർഡന്മാർ ഇങ്ങോട്ട് എത്തി നോക്കാറ് പോലുമില്ല. വിമുക്ത ഭടന്മാരെയാണ് താൽക്കാലിക നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാഫിക് വാർഡന്മാരായി നിയമിച്ചിരിക്കുന്നത്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ തുലവും പരിമിതമാണെന്നും ആക്ഷേപമുണ്ട്. എടത്വ പാണ്ടങ്കരി വെട്ടിത്തുരുത്ത് പാടശേഖരത്തെ തൂമ്പ് സാമൂഹ്യ വിരുദ്ധർ തുറന്നുവിട്ടു. പാടശേഖരത്ത് സൂക്ഷിച്ചിരുന്ന നെല്ലും കൊയ്യാനുള്ള നെൽച്ചെടികളും വെള്ളത്തിലായി. 45 ഏക്കർ വരുന്ന പാണ്ടങ്കരി വെട്ടിത്തുരുത്ത് പാടശേഖരത്തിന്റെ പകുതി ഭാഗം മാത്രമേ കൊയ്ത്ത് കഴിഞ്ഞിരുന്നുള്ളൂ. കൊയ്ത നെല്ല് പാടശേഖരത്ത് തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സാമൂഹ്യ വിരുദ്ധർ പാടശേഖരത്തിന്റെ തൂമ്പ് തുറന്നത്. എടത്വ കൃഷിഭവന്റെ കീഴിൽ വരുന്ന പാടശേഖരത്ത് 17ഓളം കർഷകരാണ് ഉള്ളത്. ഇതിൽ പാടശേഖര സമിതി സെക്രട്ടറി കൂടിയായ ചാക്കോ കൊച്ചിട്ടിയുടെ നെല്ലാണ് പ്രധാനമായും വെള്ളം കയറിയതിനെ തുടർന്ന് നശിക്കുന്നത്. അടിയന്തരമായി നെല്ല് എടുക്കുവാനുള്ള സംവിധാനം സപ്ലൈകോ സ്വീകരിക്കുകയും തൂമ്പ് തുറന്നുവിട്ട സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. വെട്ടിത്തുരുത്ത് വാർഡിന്റെ സെക്രട്ടറിയാണ് ഞാൻ. കൊയ്ത്ത് തീർന്നില്ല. കൊയ്ത്ത് തീരുന്നതിന് മുമ്പ് രാത്രിയിൽ ആരോ മടം മുറിച്ച് വെച്ച് വെള്ളം കയറ്റിയായി ഈ മൂടെ ഇങ്ങനെ നോക്കിയത് വൈരാഗ്യത്തോടെ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കെട്ടിട നികുതി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി ഈ മാസം 31-ന് മുൻപായി നികുതി അടയ്ക്കുന്നവർക്ക് പിഴ അടയ്ക്കേണ്ടതില്ല. സർക്കാർ ഉത്തരവ് പ്രയോജനപ്പെടുത്തി 31-ന് മുൻപായി നികുതി അടയ്ക്കണമെന്ന് വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ അറിയിച്ചു. മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന നെടുമുടി ഭാഗത്ത് 11 kV ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തിങ്കളാഴ്ച നെടുമുടി ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുകയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS AKG അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. കാവാലം ബസ് സ്റ്റാൻഡിന് സമീപം ശനിയാഴ്ച വൈകിട്ട് 4-ന് നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. PV രാമഭദ്രൻ അധ്യക്ഷനായി. ചമ്പക്കുളം കല്ലമ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കാവടിയാട്ടം നടന്നു. തേവലക്കാട് ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് കാവടിയാട്ടം ആരംഭിച്ചത്.
കാവടിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്ത് സായുജ്യമടയാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ഞായറാഴ്ച 11 മണിയോടെ കാവടിയാട്ടം കല്ലമ്പള്ളി ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു. തുടർന്ന് പ്രസാദമൂട്ട് നടന്നു. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളന ദിവസം തൊഴിൽ ചെയ്തവർക്ക് വേതനം നിഷേധിക്കുന്നതായി പരാതി. കാവാലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് വേതനം നിഷേധിക്കുന്നതെന്ന് ഭാരതീയ മസ്ദൂർ സംഘം കാവാലം മേഖലാ കമ്മിറ്റി അറിയിച്ചു. വേതനം ലഭ്യമാക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മേഖലാ സെക്രട്ടറി ജെ മനോജ് ആവശ്യപ്പെട്ടു. ഇനി ചരമവാർത്തകൾ. ചെമ്പുംപുറം തൈച്ചേരി ത്രേസ്യാമ്മ കുഞ്ചെറിയ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് ചെമ്പുംപുറം സെന്റ് സെബാസ്റ്റ്യൻസ് നർബോധപുരം ദേവാലയ സെമിത്തേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളെ ജാഗ്രത. കുത്തക മുതലാളിത്ത മാധ്യമങ്ങൾക്ക് കുടപിടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ജനജാഗ്രതാ യാത്ര ഈ മാസം 26-ന് ആലപ്പുഴയിൽ. തൊഴിൽ ഉഴപ്പല്ലേ സർക്കാരെ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പുളുങ്ങുന്ന പഞ്ചായത്ത് പടിക്കൽ സത്യാഗ്രഹത്തിൽ. നദീ സംയോജനം കുട്ടനാടിനെ ഇല്ലാതാക്കുമെന്ന് പ്രൊഫസർ മാമൻ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.